എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ രാവിലെ എഴുന്നേറ്റ ഉടനെ പാലും അതുപോലെ തന്നെ നമ്മൾ തേങ്ങാമുറിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുത്തൊന്ന് വെളിയിൽ വെക്കുകയെന്ന് വെച്ചാൽ പെട്ടെന്ന് തണുപ്പൊക്കെ മാറിയിട്ടൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം എടുത്ത് നമ്മൾ എഴുതിക്കുമ്പോൾ തന്നെ എടുത്ത് പുറത്ത് വെച്ചാൽ കുറച്ചും കൂടി ഈസിയാണ്. നമ്മളല്ലാണ്ട് ഇവിടെ പറ്റുന്ന കുഴപ്പം എന്താ പറയുമ്പോൾ പെട്ടെന്ന് ചായ ഇടാൻ വേണ്ടി നോക്കും. ചായ അങ്ങോട്ട് എത്ര സമയം കഴിഞ്ഞാലും ഇൻഡക്ഷൻ കുക്കറിലാണ് ഇടണത്, എന്നിട്ട് പോലും ചായ തിളയ്ക്കൂല. ചായ തിളയ്ക്കാത്ത കാര്യം എന്താണ്, പാല് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അപ്പോഴങ്ങ് ചായ ഇടയില്ലേ. അപ്പോൾ ആ തണുപ്പൊക്കെ ഒന്ന് മാറി ആ ടെമ്പറേച്ചറൊക്കെ ഒന്ന് മാറി കിട്ടണ്ടേ. അങ്ങനെ ഇന്നിപ്പോൾ എല്ലാം ഒന്ന് ചെയ്ത് വെച്ചിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. ഒത്തിരി ലേറ്റായിപ്പോൾ എഴുന്നേറ്റപ്പോഴത്തേക്ക് അങ്ങനെ വേസ്റ്റൊക്കെ എല്ലാം മാറ്റി വെച്ച് ഇനി കേശുവിന് കൊണ്ടുപോകാനുള്ള സ്നാക്സൊക്കെ എടുത്ത് വെക്കണമല്ലോ. അപ്പോൾ കേശുവിന് കൊണ്ടുപോകാനായിട്ട് ഇന്ന് രാവിലെ മോർണിംഗ് സ്നാക്സായിട്ട് ഓറഞ്ചാണ് കൊടുക്കുന്നത്. അങ്ങനെ ഓറഞ്ച് തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ നാരൊക്കെ കളഞ്ഞെടുത്ത് വെക്കുമ്പോഴേക്കും മോന് ഇഷ്ടമാണ് ഓറഞ്ച്. പിന്നെ പനിയ സമയത്ത് ഓറഞ്ച് കൊടുക്കണത് നല്ലതല്ലേ. പനി കുറവുണ്ട്, എന്നാലും നമുക്ക് എത്രത്തോളം മാറി എന്നുള്ളത് ഒരു ടെൻഷൻ കാണുമല്ലോ, അത് തന്നെയാണ്. പിന്നെ ഇന്നിന് രാവിലെ മരുന്ന് കൊടുത്തിട്ട് ഉച്ചത്തേക്കുള്ളത് സ്കൂളിൽ കൊടുത്തു വിടുമ്പോഴേക്കും ടീച്ചർ കൊടുത്തോളും. അങ്ങനെ അതൊക്കെ അവിടെ സെറ്റാക്കി വെച്ച് ഇന്നിന് ഇടിയപ്പവും മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇടിയപ്പത്തിനുള്ള മാവൊക്കെ എടുത്ത് വെളിയിൽ വെച്ചിട്ട് ഇതെല്ലാം അങ്ങ് സെറ്റാക്കി വെച്ചിട്ട് കുളിക്കാൻ പോകുമെന്ന് വിചാരിച്ച്. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ മിക്കവാറും രാത്രി തന്നെ ഇതൊക്കെ എടുത്തൊന്ന് വെക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇന്നലെ അതൊന്നും പറ്റിയില്ല. ഈ പറയും പോലെ എല്ലാ പ്രാവശ്യവും എല്ലാവരും ഒരുപോലെയൊന്നും അല്ലല്ലോ. ഞാനും എൻ്റെ അനിയത്തി തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. നമ്മൾ രണ്ട് സ്വഭാവമാണ്. എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊന്നും അല്ല അവൾക്കിഷ്ടമുള്ളത്, അവൾക്കിഷ്ടമുള്ള കാര്യങ്ങളൊന്നും അല്ല എനിക്കിഷ്ടമുള്ളത്. അവൾ കുറച്ച് മടിച്ചാണ് എല്ലാ കാര്യത്തിലും. രാവിലെ എഴുന്നേക്കണമെന്നൊക്കെ പറഞ്ഞാൽ അവൾ കൊല്ലണേന് സമമാണ്, എന്നാലും അവൾ 6 മണിക്കൊക്കെ എഴുന്നേക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം കുറേ പേര് പറയാനുണ്ട്, കുറേ കമൻറ്റ്സ് എനിക്ക് പേഴ്സണലായിട്ട് വരാറുണ്ട്, അല്ലാതെ ഓരോരുത്തർ പറയാറുണ്ട്. കാരണം ഇതൊക്കെ ഇങ്ങനെ നമ്മളെ കൊണ്ട് പറ്റണില്ല, ഇപ്പോൾ ചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്യണുണ്ടല്ലോ, അത് കാണാൻ തന്നെ എന്ത് ഐശ്വര്യമാണ്, എന്ത് രസമാണ്, നമ്മളെ കൊണ്ട് ഇതൊന്നും പറ്റൂല എന്ന്. പറ്റായിക്കൊന്നുമില്ല കേട്ടോ. പിന്നെ എൻ്റെ കാര്യമെന്ന് വെച്ചാൽ എനിക്ക് വേറെ വലിയ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പം 8:30 ആകുമ്പോഴേക്കും എനിക്ക് ജോലിക്ക് പോകണം. അപ്പോൾ അവിടെ അതിന് മുന്നേ എന്താ പറയുക 8:30 ആകുമ്പോഴേക്കും ഒരു ഓഫീസ് വർക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിയോ അങ്ങനെ കറക്റ്റ് സമയത്തിന് പോകണം. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കില്ല. ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് കാര്യങ്ങൾ ചെയ്യണത്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് സമയം കിട്ടും. ഇപ്പോൾ ഇതാ എൻ്റെ തൊട്ടപ്പുറത്തോട്ടുള്ള വീട്ടിലെ ചേച്ചി എന്നെക്കാളും നേരത്തെ എഴുന്നേക്കും. 4 മണിയൊക്കെ ആകുമ്പോഴേക്ക് തന്നെ അഞ്ചിച്ചിലോട്ട് കുക്കറിൻ്റെ സൗണ്ടൊക്കെയാണ് മിക്കവാറും കേൾക്കണത്. അതിൻ്റെ കാര്യം ആ ചേച്ചിക്ക് 8:15 ജോലിക്ക് പോകണം. ജോലിക്ക് പോകുന്നതിന് മുമ്പേ ചേച്ചിക്ക് കാപ്പി ഉണ്ടാക്കണം, ഉച്ചത്തേക്കുള്ളതാക്കണം, രാത്രിത്തേക്കുള്ളതാക്കണം. പിന്നെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ചേച്ചിയുടെ മോൾ 6:30 അവൾ ജോലിക്ക് പോകും. അപ്പോൾ അവൾക്കുള്ള കാപ്പിയും ചോറും എല്ലാം അവൾക്ക് കൊടുത്തു വിടാനുണ്ട്. അങ്ങനെ ഒത്തിരി ജോലികൾ ആ ചേച്ചിക്കുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ആ ചേച്ചി 4 മണിക്ക് എഴുന്നേറ്റാൽ 8:30 മണിക്ക് മുന്നേ 8:30 മണിക്കെന്നല്ല 8 മണിയാകുമ്പോഴേക്കെങ്കിലും ഈ എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർത്താൽ മാത്രമേ വീട് ഒതുക്കി കുളിച്ച് റെഡി ആ ചേച്ചിക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ 4 മണിക്ക് എഴുന്നേൽക്കണം ആ ചേച്ചിക്ക്. എഴുന്നേറ്റ് രാവിലെ കുളിച്ച് കോലയിട്ട് വിളക്ക് കത്തിച്ച് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള സമയം കിട്ടൂല. 4 മണിക്ക് എണീച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ സമയം പെട്ടെന്നങ്ങ് പോകില്ല. ഇത്രയും കാര്യങ്ങൾ അതും ആ ഒറ്റയ്ക്കാണ് ചെയ്യണത്. അപ്പോൾ പിന്നെ അവരുടെ കാര്യം എന്ന് വെച്ചാൽ അവർ ചോറ് വെളിയിലിട്ട് അടുപ്പിലിട്ട് വേവിക്കുള്ളൂ. ആ ചേച്ചി പറയും ഗ്യാസിലിട്ട് ചോറ് വയ്ക്കണം ആ ചേച്ചിക്ക് ഇഷ്ടമല്ല എന്ന്. ഓരോരുത്തരുടെ രീതികളല്ലേ. അപ്പോൾ അവർക്കിപ്പോൾ ഞാൻ ചെയ്യുമ്പോഴുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം കിട്ടില്ല. പിന്നെ ഓരോരുത്തരുടെ രീതികളാണ്. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആദ്യമേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞ പോലെ എൻ്റെ അനിയത്തി എല്ലാത്തിലും അവൾ ഭയങ്കര ഈശ്വര വിശ്വാസിയാണ്. പക്ഷേ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഭയങ്കര മടിയുള്ള കൂട്ടത്തിലുമാണ്. പിന്നെ ഞാനാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡിനെ വിളിക്കുന്നത് ചേട്ടാന്നാണ്, അവൾ വിളിക്കുന്നത് പേരാണ്. പിന്നെ അവർ ഒരുമിച്ച് പഠിച്ചതാണ്, അത് വേറൊരു കാര്യം. എന്നാലും അങ്ങനെ ഒത്തിരി കാര്യങ്ങളിൽ ഒത്തിരി പേര് വ്യത്യാസമുണ്ട്. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഒരുപോലെ ഒരേ രീതിയിൽ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. ഞാൻ തന്നെ ഇപ്പോൾ എൻ്റെ ശീലങ്ങൾ എനിക്കിഷ്ടമുള്ള രീതിയിൽ ഇപ്പോഴാണ് ഇങ്ങനെ മാറ്റിയെടുത്തത്. ആദ്യമൊന്നും എൻ്റെ ശീലങ്ങളൊന്നും ഇങ്ങനെ ആയിരുന്നില്ല. രാവിലെ എഴുന്നേക്കുമായിരുന്നു. കല്യാണത്തിന് മുന്നേ രാവിലെ എഴുന്നേക്കും. കാരണം എന്താണ്, രാവിലെ കല്യാണം വരെയും ജോലി പഠിത്തം അങ്ങനെയൊക്കെ നിന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിലൊക്കെ പോകണമെന്നുള്ളതുകൊണ്ട് രാവിലെ എഴുന്നേക്കും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. ബാക്കി ഇതെല്ലാം ഈ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണതെല്ലാം ഇപ്പോഴാണ് ഞാൻ എൻ്റെ ജീവിത ശൈലി തന്നെ മാറ്റിയെടുത്തത്. എനിക്കപ്പോൾ എനിക്ക് കംഫർട്ടബിളാണ് ഇതുപോലെയൊക്കെ ചെയ്യാനായിട്ട്, എനിക്ക് ഇഷ്ടവുമാണ്. പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മളിങ്ങനെ കുറച്ച് ദിവസം അടുപ്പിച്ച് ചെയ്താൽ ഒരു 21 ദിവസം നമ്മൾ ചെയ്താൽ തന്നെ നമ്മുടെ മനസ്സിൽ പതിയുമെന്നാണ്. പിന്നെ നമ്മൾ പതിയെ നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ അത് ചെയ്യാനായിട്ട് അങ്ങ് എന്താ പറയുക അങ്ങ് പ്രാപ്തയാവും. അപ്പോൾ അതിന് വേണ്ടി ഒരു 21 ദിവസമാണ് പറയണത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ.
അങ്ങനെ വിളക്ക് കത്തിച്ച് എല്ലാമൊക്കെ നിന്നപ്പോഴേക്കും അതിരാവിലെ മീൻ വരും. അപ്പോൾ ഇന്ന് മീൻ കിട്ടിയത് നെത്തോലി മീനാണ്. അങ്ങനെ നെത്തോലി മീൻ വാങ്ങിച്ചും കൊണ്ട് ഓട്ടം ഓടുന്നതാണ്. അപ്പോൾ കുറേ നാളായി നെത്തോലി മീൻ കിട്ടിയിട്ട്. അപ്പോൾ പിന്നെ ഇതാണെങ്കിൽ നല്ല നെത്തോലിയായിരുന്നു. പിന്നെ ഈ പറയും പോലെ വേറെ ഒരിടത്തും മീനില്ലെന്നാണ് പറയുന്നത്. മീനിപ്പോൾ കുറവാണ്. പക്ഷെ നമുക്കിവിടെ കടപ്പുറത്തിൻ്റെ അടുത്തൊക്കെ ആയതുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടാറുണ്ട്. ചില ദിവസങ്ങളിൽ മാത്രമേ ഞാൻ ചൂര കാണിച്ചില്ല അതുപോലുള്ള പണികൾ കിട്ടുള്ളൂ. പിന്നെ ഈ പറയും പോലെ ചൂര മീനൊക്കെ വാങ്ങിച്ച് 2-3 ദിവസം വെച്ചിട്ട് എടുക്കാനും പാടില്ല എന്ന് പറയും. നമ്മൾ ചൂരയൊക്കെ വാങ്ങിച്ചാൽ അപ്പം തന്നെ ഒന്നുകിൽ വെച്ചങ്ങ് വെക്കണമായിരുന്നു. അത് നമ്മുടെ കയ്യിലെ മിസ്റ്റേക്കാണ്. അപ്പോൾ അവരിതൊന്നും പറയാനും പറ്റില്ല. അങ്ങനെ മീൻ വാങ്ങിച്ച് വെച്ചിട്ട് ഞാനിവിടെ ഇടിയപ്പം ഉണ്ടാക്കാനുള്ള തിരക്കിലാണ്. ഈ പറയും പോലെ എപ്പോഴും പറഞ്ഞ് കേട്ട് നിങ്ങൾക്ക് ബോറടിക്കും. പച്ചവെള്ളത്തിൽ നനയ്ക്കുന്നതായതുകൊണ്ട് ഭയങ്കര ഈസിയാണ്. അങ്ങനെ അതിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഇനി പെട്ടെന്ന് അങ്ങ് നനച്ചെടുക്കാമല്ലോ. അപ്പോൾ ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ ഈ മാവുണ്ടല്ലോ, ഈ ഇടിയപ്പത്തിൻ്റെ മാവ് ഇങ്ങനെ നമ്മൾ പൊലിച്ച് കയറുമെന്ന് പറയുമല്ലോ, അതുപോലെ ഇതങ്ങ് പെരുവി കയറും. അപ്പോൾ നമ്മൾ കുറച്ച് മാവ് എടുത്താൽ മതിയായിരിക്കും. നമ്മൾ വിചാരിക്കുക മാവ് കുറവല്ലേ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കൂടുതൽ എടുക്കാമെങ്കിൽ ഇത് നനഞ്ഞ് വരുമ്പോഴേക്കും പെരുവി അങ്ങ് കയറും. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നോക്കിയും കണ്ടും വേണം മാവ് എടുക്കാനായിട്ട്. അങ്ങനെ മാവ് എടുത്തിട്ട് അമ്മ അവിടെ പഞ്ചസാര തപ്പിയതാണ്. പഞ്ചസാര തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ അതാണ് അവിടെ തപ്പിയത്. അപ്പോൾ മുകളിലത്ത് നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചാലേ പല ടിന്നിലായിട്ടാണല്ലോ മാറ്റിയിടണത്. ഒന്ന് വാങ്ങിച്ച് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും, വേറൊരു കുഞ്ഞ ടിന്ന് എന്തെങ്കിലും നമ്മൾ വെച്ചിരിക്കും. നമുക്ക് കൈവാക്കിന് എളുപ്പം എപ്പോഴും നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനായിട്ട്. അങ്ങനെ 1-2 ടിന്ന് നമുക്കിവിടെ എല്ലാത്തിനും ഉണ്ട്. പഞ്ചസാരയ്ക്കുണ്ട് 2 ടിന്ന്, ഉപ്പിനുണ്ട് 2 എണ്ണം, മുളക് പൊടിക്കുണ്ട്, മല്ലിപ്പൊടിക്കുണ്ട്, മഞ്ഞൾപ്പൊടിക്കുണ്ട്. അപ്പോൾ അധികം വരണത് ആ വലുതിലിട്ട് അങ്ങ് മാറ്റി വെച്ചിരിക്കും. പിന്നെ അതിൽ നിന്നാണ് കുറച്ച് എടുത്ത് ചെറുതിലോട്ട് മാറ്റണത്. പിന്നെ ഞാൻ ഈ കാരക്കീര വീഡിയോ ഇട്ട് കണ്ടപ്പോൾ തൊട്ട് എൻ്റെ ഒരു ഏറ്റവും അടുത്ത് കൂട്ടുകാരിയുണ്ട് സിമി. അവൾ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എടി എനിക്കും കൂടെ കുറച്ച് കാരക്ക വേണം. സത്യത്തിൽ അവൾക്കല്ല, അവളുടെ മോൾക്കാണ്. അപ്പോൾ കാരക്കയൊക്കെ ഇതിപ്പോൾ കിട്ടാക്കനി ആയിക്കൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ കാരക്ക മാത്രമല്ല, ഞാൻ കാരക്ക മരം കൂടെ കാണിച്ചിട്ടുണ്ടെന്ന് അവൾ ചോദിച്ചത്. പക്ഷേ എന്ത് ചെയ്യാനായിട്ട്, അതിൽ ഇഷ്ടം പോലെ കാരക്ക നിൽപ്പുണ്ട്. കാരക്ക നമുക്ക് കിട്ടണ്ടേ. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ഞാൻ ഉപ്പിലിട്ട് വെച്ചിരുന്നത് എന്നൊരു കുഞ്ഞൻ കുപ്പിയിലാണ് പാവം അവൾക്ക് കൊടുക്കാനായിട്ട് പറ്റിയത്. അതിൽ കുറച്ചെടുത്ത് ഇനി കടയിൽ പോകുമ്പോഴേക്ക്, നമ്മൾ കടയിൽ പോണ വഴിക്ക് തന്നെയാണ് അവളെ കടയും, അവളെ വീടും കടയും. അവൾക്കും ഉണ്ട് ഒരു ഷോപ്പ്. അവൾക്കൊരു മിഴിയിൽ തോന്നുന്നൊരു ബൊട്ടിക് സെൻ്ററാണ് അവൾക്കുള്ളത്. അപ്പോൾ ഇനി പോകുമ്പോഴേക്ക് അവൾക്ക് കൊടുക്കണം. ഇനി ഞാൻ സാധനം വാങ്ങാൻ പോകാനായിട്ട് ഇറങ്ങിയതാണ്, മുട്ട വാങ്ങിക്കാൻ പോകാൻ ഇറങ്ങിയതാണ്. ഞാൻ എപ്പോഴും പറയൂല്ലോ, നമ്മുടെ നാടിൻ്റെ പേര് പുല്ലുകാടെന്ന് മാറ്റിയിട്ട് ഇനി പട്ടിക്കാടെന്നാക്കണമെന്ന്. ഇത്രയും പട്ടികളുണ്ട്. അപ്പോൾ അതാ നിൽക്കണ കണ്ടില്ലേ. നമ്മളെയൊക്കെ അറിയാം, എന്നാലും ചില സമയത്തുണ്ടല്ലോ എന്തെങ്കിലും അതിന് ഒരു മിസ്റ്റേക്ക് തോന്നി ഒരു പട്ടി കുരച്ചാൽ എല്ലാം കൂടെ കുരച്ചുകൊണ്ട് വരും. എൻ്റെ വീട് കാണുന്നത് ഉണ്ടായി. ഇപ്പോൾ അവിടെ ഫ്രണ്ടിലുള്ള മരങ്ങളും കാര്യങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞുകൊണ്ട് നന്നായിട്ട് അത് വീട് നല്ല വിസിബിളായിട്ട് കാണാനായിട്ട് പറ്റും. അങ്ങനെ പോയി സാധനവും വാങ്ങിക്കൊണ്ട് ഓടിയെത്തി. അപ്പോഴേക്കും അമ്മ ഇവിടെ ചായ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നിട്ട് ഒരു ഗ്ലാസ് ചായ കുടിക്കണം. പിന്നെ പോയപ്പോഴേക്കും ഞാൻ പാർലേജിയിൽ ഒരു ബിസ്ക്കറ്റും കൂടെ വാങ്ങി. കുറേ നാളുണ്ട് ആ ബിസ്ക്കറ്റ് തീറ്റി ഇങ്ങനെ ഒഴിവാക്കി വെച്ചിരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് രാവിലെ ചായ കുടിക്കുമ്പോഴേക്ക് വേറെ ഒരു ബിസ്ക്കറ്റും എനിക്കിഷ്ടമില്ല, പാർലേജി ബിസ്ക്കറ്റ് തന്നെ വേണം. അതാണ് ചായയുടെ കൂടെ ഇങ്ങനെ മുക്കി കുടിക്കാനായിട്ട് ഇഷ്ടം. അങ്ങനെ പാർലേജി ബിസ്ക്കറ്റ് വാങ്ങിച്ച് കൊണ്ടുവന്ന മുട്ടകളെല്ലാം ഇതിലാണ് അടുക്കി പറക്കിയൊന്ന് വെക്കണത്. അങ്ങനെ അടുക്കി പറക്കിയൊക്കെ വെച്ചിട്ട് 10 മുട്ടയാണ് വാങ്ങിച്ചത്. ബാക്കി 3 മുട്ട നമ്മളിപ്പോൾ അവിടെ അവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. മുട്ടക്കറി വെക്കണമല്ലോ. അല്ലെങ്കിൽ രാവിലെ കേശുവിനൊരു മുട്ട കൊടുക്കുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ കൊടുക്കൂല, വേറൊന്നും കൊണ്ടല്ല, പനി ആയതുകൊണ്ടൊന്നും കഴിക്കൂല. അത് തന്നെയാണ് കാരണം. അങ്ങനെ അതൊക്കെ അവിടെ മുട്ടക്കറിക്കുള്ള മുട്ടയൊക്കെ അടുപ്പി വെച്ചിട്ട് ഇനി ഇടിയപ്പം ഉണ്ടാക്കണമല്ലോ. ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് ഇടിയപ്പത്തട്ടിൽ കുറച്ച് എണ്ണ തേക്കുമ്പോഴേക്കും അതിങ്ങനെ പെട്ടെന്ന് ഇളകി വരും കേട്ടോ. അല്ലാണ്ട് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുമ്പോഴേക്കും കുറച്ച് കലിങ്ങി ഒട്ടിപ്പിടിച്ചിരിക്കും പോലെ തോന്നും. അപ്പോൾ ഒരു ശകല എണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ട് തിരുവിയ തേങ്ങ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കും. അമ്മ അവിടെ കിട്ടിയ മീൻ അവിടെ ഇരുന്ന് നുള്ളിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്നങ്ങ് മീൻകറി വെച്ചാൽ അതും ആവുമല്ലോ. അപ്പോൾ അമ്മ അവിടെ മീൻകറി വെക്കണ സമയം കൊണ്ട് ഞാനിവിടെ ഇടിയപ്പത്തിനുള്ള മാവൊക്കെ പിഴിഞ്ഞെടുക്കാമെന്ന് വിചാരിക്കുകയാണേ. അപ്പോൾ കേശുവിന് ഉച്ചത്തേക്ക് ലഞ്ചായിട്ട് ഇടിയപ്പം കൊടുത്ത് വിടുകയും ചെയ്യാം. അവിടെ പൂച്ച നിൽപ്പുണ്ട്. ഇന്നലെ അമ്മയ്ക്ക് പൂച്ചയിലിരുന്ന് വീണ്ടും ഒരു മാന്ത് കിട്ടി. അങ്ങനെ ഇനിയൊരു ചായയും, ഇനി ഒരെന്നല്ല, ഇനി ചായയും പാർലേജി ബിസ്ക്കറ്റും കൂടെ ആയിട്ട് കഴിക്കണം. ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ പാർലേജി ബിസ്ക്കറ്റ് ചായയിൽ മുക്കി കുടിക്കാനായിട്ട്. എനിക്കൊരൊറ്റ ക്രീം ബിസ്ക്കറ്റ് ഇഷ്ടമല്ല. പിന്നെ ഹോർലിക്സിൻ്റെ ഇതൊക്കെ ഉണ്ട് ബിസ്ക്കറ്റ്, എന്തോ എനിക്കതൊന്നും വലിയ ഇഷ്ടമല്ല. എനിക്കിതാണ് കൂടുതൽ ഇഷ്ടം. ഇതാകുമ്പോൾ 10 രൂപയ്ക്ക് വരെ കിട്ടുകയും ചെയ്യും. അല്ല, എല്ലാ ബിസ്ക്കറ്റും ഇപ്പോൾ 5 രൂപയ്ക്ക് കിട്ടുന്ന ബിസ്ക്കറ്റുകളും ഉണ്ട്, അത് വേറെ കാര്യം.
അങ്ങനെ ഇനി സേവനാഴിക്കകത്തും കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുമ്പോഴേക്കും അപ്പോൾ പെട്ടെന്ന് കുറച്ചും കൂടെ ഈസി ആയിട്ട് വരും. ഞാൻ എന്തെന്നറിയാം, ഇടിയപ്പത്തിനുള്ള മാവ് നനച്ചിട്ട് നന്നായിട്ട് ഇടിച്ചൊന്ന് പദം വരുത്തിയിട്ട് ഒരു 5-10 മിനിറ്റ് അങ്ങ് വെച്ചിരിക്കും. അങ്ങനെയും കൂടെ വെച്ചിരിക്കുമ്പോൾ കുറച്ചും കൂടെ അതിനൊന്ന് പദം വന്നെടുക്കും. എന്നിട്ട് എടുത്തിട്ട് നമ്മളിതുപോലെ ഇടിയപ്പം പിഴിഞ്ഞെടുക്കാനൊക്കെ ഉണ്ടല്ലോ, നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഇടിയപ്പം പിഴിഞ്ഞെടുക്കാനും പറ്റും. നല്ല പഞ്ഞിക്കെട്ട് പോലുള്ള ഇടിയപ്പം കിട്ടുകയും ചെയ്യും. അങ്ങനെയാണ് ഇടിയപ്പം ഉണ്ടാക്കിയത്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, എങ്ങനെ എടുത്താലും മാവ് പൊലിച്ച് കൂടുതലായിരിക്കുമെന്ന്. അപ്പോൾ ഇന്ന് ഇടിയപ്പം കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും കഴിച്ചിട്ട് പിന്നെ വിചാരിച്ച് അതങ്ങ് വെച്ചിരിക്കാം. വൈകുന്നേരം മോൻ വരുമ്പോഴേക്കും അതിനെ എടുത്തിട്ട് ഒന്ന് അതിൻ്റെ രൂപം മാറ്റിയിട്ട് ഒന്ന് നൂഡിൽസ് പോലെ ആക്കി കൊടുത്താൽ ആളങ്ങ് കഴിച്ചോളും. നമുക്ക് മുമ്പ് ഒരു സേവനാഴി ഉണ്ടായിരുന്നു. എൻ്റെ പൊന്നോ, ആന പിടിച്ചാൽ പോലും അനങ്ങാത്തതായിരുന്നു. ഞാൻ വിചാരിക്കുകയും ചെയ്തു, എൻ്റെ നെഞ്ചു വരെ ഇങ്ങനെ ഇളകി വരും പോലെ തോന്നും ആ സേവനാഴിയിലിട്ടിട്ട് ഇതുണ്ടാക്കുമ്പോഴേക്ക്. പിന്നെയാണ് മനസ്സിലായത് സേവനാഴിയുടെ കുഴപ്പമായിരിക്കും എന്ന്. അതോടെ ഞാൻ ഇടിയപ്പം ഉണ്ടാക്കൽ വെറുത്തു പോയതായിരുന്നു. അങ്ങനെ ഇടിയപ്പം പിന്നെ അങ്ങനെ ഉണ്ടാക്കാറേ ഇല്ലായിരുന്നു. ഇപ്പോൾ പിന്നെ ഈ പച്ചവെള്ളത്തിൽ നനയ്ക്കണ മാവും നല്ല സ്മൂത്തായിട്ടുള്ള സേവനാഴിയും എല്ലാം ആയപ്പോഴേക്കും മിക്ക ദിവസങ്ങളിൽ ഇടിയപ്പം അങ്ങോട്ടായി. അങ്ങനെ ഇനി ഇടിയപ്പം അവിച്ചെടുക്കണം ഞാൻ. അല്ലെങ്കിൽ 2 തട്ട് ഒരുമിച്ച് വെച്ചിട്ട് ഇടിയപ്പം ഉണ്ടാക്കൂല കേട്ടോ. എങ്ങനെയൊക്കെ നോക്കിയാലും താഴത്തെ തട്ടിൽ വെച്ചിരിക്കുന്ന ഇടിയപ്പം കുറച്ച് പൊങ്ങിയിരിക്കും. പക്ഷേ ഇന്നിപ്പോൾ സമയമില്ല, അതുകൊണ്ട് 2 തട്ടങ്ങ് വെച്ച് ഇനി ഒരു 5-10 മിനിറ്റിനകം ഇടിയപ്പം റെഡിയാവും. അപ്പോൾ ആ സമയം കൊണ്ട് മുട്ടക്കറി വെക്കണമല്ലോ. മുട്ടക്കറി വെക്കണതിൻ്റെ റെസിപ്പി ഞാനിനി പറയേയില്ല, കാരണം പറഞ്ഞും കേട്ടും നിങ്ങൾ തന്നെ മടുത്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഇനി ഈ മുട്ടക്കറിയും കൂടെ അങ്ങോട്ട് വെച്ചാൽ മതി. ഇടിയപ്പത്തിന് എപ്പോഴും മുട്ടക്കറിയാണേ കോമ്പിനേഷൻ. എനിക്കിങ്ങനെ ഉരുളക്കിഴങ്ങ് കറി വെച്ചാൽ അത്രയ്ക്ക് ഇഷ്ടപ്പെടില്ല. ഇടിയപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ മുട്ടക്കറി തന്നെ വെച്ചാലേ ഒരു സമാധാനമുള്ളൂ. മോർണിംഗ് സ്നാക്സും ഈവനിങ് സ്നാക്സും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കേശുവിന്. മോനിനി ലഞ്ചും കൂടെ വയ്ക്കണം. അപ്പോൾ ഇടിയപ്പവും മുട്ടക്കറിയുമാണ്. മുട്ടക്കറിയിൽ മുട്ട ഇല്ലാത്ത കറി, മുട്ടക്കറി കൊടുത്തു വിടാനായിട്ട് അവിടെ അലൗഡല്ല. അതുകൊണ്ട് ഉള്ളിക്കറിയും ഇടിയപ്പവുമാണ് കൊടുത്തു വിടണത്. 2 ഇടിയപ്പം വെച്ചിട്ടുണ്ട്. 2 ഒന്നും കഴിക്കൂല, എന്നാലും ഒത്തിരി ഇങ്ങനെ കൊടുത്തു വിടുമ്പോൾ നമുക്കൊരു സമാധാനക്കേടാണല്ലോ. അതുകൊണ്ട് മാത്രം 2 വെച്ചിട്ടുണ്ട്. ഇനി അതിനെ ഒന്ന് പിച്ചങ്ങിട്ട് കൊടുക്കും. അല്ലെങ്കിൽ പിച്ചൊക്കെ കഴിക്കണ്ടേ, അതുകൊണ്ട് ഞാനങ്ങ് പിച്ചിട്ട് കൊടുക്കും. അപ്പോൾ ഇടിയപ്പം കാസറോളിലാക്കി മാറ്റി വെച്ച് നല്ല ചൂടായിരുന്നു. ഇത് പിച്ചിടാനായിട്ടൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും സാരമില്ല, അതങ്ങ് ഇട്ട് കൊടുക്കുക. എന്നാ പറയണത്, നമ്മളിങ്ങനെ എല്ലാ കാര്യത്തിലും ഇതുപോലെ നമ്മളിങ്ങനെ പിച്ചൊന്നും ഇട്ട് കൊടുത്ത് അവരെ ശീലിപ്പിക്കരുത്. അവരതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി ചെയ്ത് വരണമെന്ന്. പക്ഷെ എന്ത് പറയാനായിട്ട്, എന്തൊക്കെ പറഞ്ഞാലും ഒരു അമ്മമാർക്കൊരു സ്വാർത്ഥതയുണ്ട്. നമ്മളെ മക്കളെപ്പോഴും നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കണമെന്ന് എവിടെയോ ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു സ്വാർത്ഥത എല്ലാവർക്കും ഉണ്ട്. നമ്മളെ ഡിപ്പെൻഡൻസ് അവർ നമ്മളടുത്ത് ഇങ്ങനെ വരാത്തതും, അല്ലെങ്കിൽ നമ്മളെ കൊണ്ടുള്ള ആവശ്യങ്ങൾ കുറഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് ഭയങ്കര സങ്കടം തോന്നുമല്ലോ. എന്താ നമ്മളെ കൊച്ചു വരണില്ല, ഇപ്പം നമ്മളടുത്ത് അധികം സംസാരിക്കണില്ല, അല്ലെങ്കിൽ നമ്മളടുത്ത് കാര്യങ്ങളൊന്നും ചെയ്യാൻ വരണില്ല എന്നൊരു തോന്നൽ നമുക്ക് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാം സെൽഫിഷാണ്. അമ്മമാർ പൊതുവെ അങ്ങനെയാണത്, പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ മുട്ടക്കറി റെഡിയായി. മുട്ട അവിച്ചിട്ട് അതിലിട്ട് കൊടുക്കും. ഇട്ട് കൊടുത്തിട്ട് അത് മല്ലി ഇലയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇങ്ങനെ വെറുതെ കുക്കറങ്ങ് അടച്ച് വെച്ചിരിക്കുക. അതിൽ നമ്മളിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് അതിനൊന്ന് വേവിക്കാനൊന്നും അല്ല, വെറുതെ കുക്കറങ്ങ് അടച്ച് വയ്ക്കുമ്പോൾ അതിൽ നല്ല പ്രഷർ കാണുമല്ലോ. അതിലിരുന്നിട്ട് മുട്ടയും കൂടിയൊക്കെ നല്ലതുപോലെ സെറ്റായി വരും. അപ്പോൾ എല്ലാ ജോലിയും കഴിഞ്ഞ് കേശുവിന് കൊണ്ടുപോകാനുള്ള സംഭവങ്ങളൊന്ന് കെട്ടിപ്പൂട്ടി അകത്താക്കിയാൽ രാവിലത്തെ കുറേ ഓട്ടപ്പാച്ചിലങ്ങ് തീരും. അങ്ങനെ ഇനി ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ഈവനിങ് സ്നാക്സ് അങ്ങനെ പൊതിയൂല കേട്ടോ. പൊതിയാണ്ട് മോർണിംഗ് സ്നാക്സും ലഞ്ചും മാത്രമേ ഇതുപോലെ കെട്ടിപ്പൂട്ടി വയ്ക്കുള്ളൂ. ഈവനിങ് സ്നാക്സ് എന്തെങ്കിലും കുറച്ച് സംഭവങ്ങളല്ലേ കാണുള്ളൂ, അതുകൊണ്ട് അതും കൂടെ കെട്ടിപ്പൂട്ടി വയ്ക്കൂല. അതങ്ങ് വെച്ച് ലഞ്ച് ബാഗ് ഒരുക്കി. പിന്നെ ഇനി കേശുവിന് സ്നാക്സ് സോക്സൊക്കെ ഇട്ട് കൊടുക്കണം. മോൻ്റെ കാര്യങ്ങളെല്ലാം അവന് കറക്റ്റാണ്. അവൻ്റെ സാധനങ്ങൾ എന്തൊക്കെ എടുക്കാനുണ്ട് എല്ലാം കറക്റ്റ് ചോദിച്ച് എല്ലാം അത് ചെയ്തോളും. അതൊരു കണക്കിന് നല്ലതാണല്ലോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്ന് നമുക്ക് ഇഷ്ടമൊന്നും. പക്ഷെ ഞാൻ കുറച്ചും കൂടി കുഞ്ഞിലേ തൊട്ടേ മോനെ കൊണ്ട് തനിയെ പല്ല് തേപ്പിക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ നല്ല ഭംഗിയായിട്ട് ആൾ നന്നായിട്ട് ബ്രഷ് ചെയ്ത് വായൊക്കെ നല്ലതുപോലെ കഴുകിയിട്ടാണ് വരണത്. എന്നിട്ട് പിന്നെ ഞാൻ മേലെ കഴിവിക്കാനൊക്കെ എടുക്കുമ്പോൾ ഒന്നും കൂടെ വായൊക്കെ കഴുകി കൊടുക്കുക. എന്നാലും നല്ല ഭംഗിയായിട്ട് പല്ല് തേക്കാനായിട്ടാവും മോൻ പഠിച്ചില്ലേ. അല്ല ഇപ്പോഴും ഞാനാണ് പല്ല് തേപ്പിച്ച് കൊടുത്തെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ആൾ ബാക്കിലോട്ടാവും. പിന്നെ വേറെ നമ്മൾ എത്ര സെൽഫിഷ് എന്ന് പറഞ്ഞാൽ അവരുടേതായ കാര്യങ്ങൾ ചെയ്യാനായിട്ടൊരു കോൺഫിഡൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പകുതി കൂടുതൽ പണി അങ്ങ് കുറഞ്ഞ അത് വേറൊരു കാര്യം. പിന്നെ അവർക്ക് ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം വന്നാൽ അയ്യോ നമ്മൾ പെട്ടെന്ന് നമുക്കൊന്നും ചെയ്യാൻ അറിഞ്ഞുകൂടാതെ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അങ്ങനെയൊന്നും വരാതിരിക്കും.
അങ്ങനെ ഇനി കേശുവിനെ കൊണ്ട് സ്കൂളിലോട്ട് പോവുകയാണ്. അപ്പോൾ മോൻ്റെ സ്കൂളിൻ്റെ അടുത്തൊരു അയ്യപ്പനല്ല മുരുകൻ കോവിലുണ്ട്. അപ്പോൾ അവിടെ ഇപ്പോൾ കാവടി സമയമല്ലേ, അപ്പോൾ അവിടേക്ക് ഉത്സവം കൊടിയേറിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ കാവടിയാണല്ലോ. അപ്പോൾ പണ്ട് തൊട്ടേ കാവടി എന്ന് കേൾക്കുമ്പോൾ ഒരു വികാരമാണ്. നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് ഇതുപോലെ ചുറ്റുവട്ടത്തായിട്ട് 2-3 അമ്പലങ്ങളുണ്ട്. എല്ലാ 2-3 മുരുക ക്ഷേത്രങ്ങളുണ്ട്. ആ എല്ലായിടത്തും കാവടിയും ഉണ്ട്. അപ്പോൾ ഒരെണ്ണം രാവിലെയാണ് കാവടി, ബാക്കി 2 രാത്രിയാണ്. അപ്പോൾ രാവിലത്തെ കാവടി നമ്മൾ കോലത്തുകാരെന്നാണ് വരണത്. എപ്പോഴും കാവടി എങ്ങനെയാണല്ലോ, അച്ഛൻ്റെ അടുത്തുനിന്ന് മോൻ്റെ അടുത്തോട്ടാണല്ലോ പോണത്. എന്ന് വെച്ചാൽ മഹാദേവൻ്റെ അടുത്തുനിന്ന് വേല് കുത്തിയിട്ട് മുരുകൻ്റെ അടുത്താണ് എപ്പോഴും കാവടി. എപ്പോഴും അങ്ങനെയാണ്. നമ്മുടെ സ്ഥലത്ത് അങ്ങനെയാണ്. ഇനി അങ്ങോട്ടൊക്കെ മാറ്റം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം നമ്മുടെ ഇവിടെ തേരിയിലൊരു മുരുകൻ കോവിലുണ്ട്, മൺവിള തേരിയിൽ. അവിടുത്തെ കാവടി എപ്പോഴും കോലത്ത് കരന്ന് കുത്തിയിട്ടാണ്, വേല് കുത്തിയിട്ടാണ് അങ്ങോട്ട് വരണത്. അപ്പോൾ അത് നമുക്ക് രാവിലെ ആയതുകൊണ്ട് നമ്മളെ കടയുടെ ഫ്രണ്ടിൽ നിന്നാൽ മതി നമുക്ക് കാണാനെല്ലാം. അങ്ങനെ പോയി കടയൊക്കെ തുറന്ന് അവിടെ വിളക്കെല്ലാം തേച്ച് വെച്ചതിന് ശേഷം ഇനി വീട്ടിലോട്ട് പോയി. ഇപ്പോഴും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ഇടിയപ്പവും മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണല്ലോ പോയത്. അമ്മ അവിടെ മലക്കറി എടുത്ത് വെച്ചിരിക്കുന്നുണ്ടല്ലേ അവിയലുണ്ടാക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ അവിടെ എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അമ്മയും കാപ്പി കുടിച്ചില്ല. അപ്പോൾ ഞങ്ങൾ ഇനി വന്നിട്ട് ഇപ്പോൾ സമയം ഏകദേശം 10 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് കാപ്പി കുടിക്കാനായിട്ട് പോണത്, ഇടിയപ്പവും മുട്ടക്കറിയുമായിട്ട്. അപ്പോൾ ഇനി ഒന്ന് സമാധാനമായിട്ടിരുന്ന് കാപ്പിയൊക്കെ കുടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ. അങ്ങനെ പാവയ്ക്ക കൊണ്ടാട്ടം റെഡി ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നല്ലതുപോലെ ഉണങ്ങി കിട്ടിയില്ല. അങ്ങനെ അതിന് വന്ന് കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം അതിനെ കൊണ്ടൊന്ന് മേളിൽ വെച്ച് കൊടുക്കുകയാണ് ഉണങ്ങാനായിട്ട്. അപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടി. ഇന്നൊരു 2-3 ദിവസം കൂടെ ആകുമ്പോഴേക്കും നല്ല ഭംഗിയായിട്ട് അതൊന്ന് ഉണങ്ങി കിട്ടും. ഇപ്പോൾ ഞാൻ ഈ കട്ടിംഗ് ബോർഡിലാണ് വെച്ച് കൊടുക്കുന്നത്. എന്നും പോയി വാഴയില എടുക്കുമ്പോഴേക്കും വാഴയില എന്നും കിട്ടൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്കിനി പേപ്പറിൽ വെച്ച് ഉണക്കണത് ശരിയുമല്ല. അപ്പോൾ പിന്നെ നമ്മൾ ഉണങ്ങി കഴിയുമ്പോഴേക്കും അതിൻ്റെ കുരുവൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പെട്ടെന്ന് വിട്ട് കിട്ടും. അങ്ങനെ ഞാൻ ആ കുരുവൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് ഇപ്പോൾ വെയിൽ ഉറച്ച് വരണതേ ഉള്ളൂ. കുറച്ച് ഭാഗത്തോട്ട് വെയിലില്ല. അപ്പോൾ അതുകൊണ്ട് സമാധാനമായിട്ട് ഇവിടെ ഒന്ന് നിൽക്കാനായിട്ട് പറ്റും. അവിടെ നിന്ന് ഇങ്ങനെ വെയിൽ വന്ന് തുടങ്ങണതേ ഉള്ളൂ. ഇനി കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ ഒരു രക്ഷയും കാണൂല ഇങ്ങോട്ട് കയറാനായിട്ട്. അങ്ങനെ അതൊക്കെ എല്ലാം ഒന്നാക്കിയിട്ട് ആ മൂലയ്ക്കാണ് ഇപ്പോൾ ഒത്തിരി വെയിലുള്ളത്. അവിടെ കൊണ്ട് വെച്ച് കൊടുത്താൽ അവിടെ വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല, ഇങ്ങോട്ട് നീക്കി വെച്ച് കൊടുത്താൽ മതി. ഇനി അങ്ങോട്ട് വെയിലോട് വെയിലായിരിക്കും. അമ്മ അരിയൊക്കെ അടുപ്പിട്ടായിരിക്കുകയായിരുന്നു. അരിയൊക്കെ തിളച്ച് മീൻ 2ആയിട്ട് ഇവിടെ മാറ്റി വെച്ചിരിക്കുന്നത് എന്തിനെന്നറിയാമോ? ചേട്ടന് മീൻ കുഴമ്പുണ്ടാക്കാനും നമുക്ക് മീൻ വറ്റിച്ചതുണ്ടാക്കാനും വേണ്ടിയാണ്. അങ്ങനെ മീനെല്ലാം കഴുകി വൃത്തിയാക്കി അമ്മ വെച്ചിരിക്കുകയായിരുന്നു. തക്കാളിയൊക്കെ കട്ട് ചെയ്തിട്ട് പച്ചമുളക് തീർന്നു പോയി, അതുകൊണ്ട് പച്ചമുളക് ഇട്ടില്ല. തേങ്ങയും തിരുവി വെച്ചിരിക്കുകയായിരുന്നേ അമ്മ ഞാൻ വന്നപ്പോഴേക്കും. അപ്പോൾ ഇനി അതിനെ കറി വെച്ചാൽ മതി. അമ്മ ആദ്യം വറ്റിക്കാനായിട്ട് തേങ്ങ തിരുവിയത് ഇട്ട് കൊടുത്തിട്ട് അതിലോട്ട് മഞ്ഞൾപ്പൊടിയും പിന്നെ ഇതിൽ മല്ലിപ്പൊടി ഇടൂല, നമ്മൾ വറ്റിക്കാൻ വെച്ചിരിക്കണോണ്ടേ. അപ്പോൾ മല്ലിപ്പൊടി ഇടാണ്ട് മുളക് പൊടിയും പച്ചമുളക് പൊടിയാണ്, പിന്നെ അതുപോലെ തന്നെ പുളിയും കൂടെ അരയ്ക്കും. ഇത്രയും സംഭവങ്ങൾ നല്ല ഫൈനായിട്ട് അരയ്ക്കേണ്ട, ഒന്നിങ്ങനെ ക്രഷ് ചെയ്തെടുക്കണേക്കാളും കുറച്ചും കൂടെ ഇതാക്കി വേണം. അപ്പോൾ അതും കൂടെ ഒന്നങ്ങ് അരച്ചിട്ട് നമ്മൾ ഇതിലോട്ട് വറ്റിക്കാനുള്ളതിലോട്ട് ഇട്ട് കൊടുക്കും. പിന്നെ നെത്തോലി വറ്റിക്കേണ്ടത് എനിക്ക് ആദ്യം ദൃഷ്ടിയിൽ കണ്ടുകൂടായിരുന്നു. എനിക്കിഷ്ടമായിരുന്നു നെത്തോലി. മീനേ ഞാൻ കൂട്ടൂലായിരുന്നു മുന്നേ, കല്യാണത്തിനൊക്കെ മുന്നേ. നമ്മുടെ സ്വഭാവമൊക്കെ എപ്പോഴായിട്ട് മാറിക്കൊണ്ടിരിക്കും കേട്ടോ. ഓരോ സാഹചര്യത്തിനനുസരിച്ച് പെട്ടെന്ന് നമ്മുടെ രീതികളൊക്കെ മാറും. ഇപ്പോൾ എനിക്കാണെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടമാണ്. നെത്തോലി വറ്റിച്ചതായിരുന്നാലും നെത്തോലി കറി വയ്ക്കണതായിരുന്നാലും അങ്ങനെ ഇത് ഇങ്ങനെ നമ്മൾ പരപരാന്ന് അരച്ചെടുക്കുമെന്ന് പറയുമല്ലോ, അതുപോലെ പരപരാന്നൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ട് ആ കൈ കൊണ്ട് തന്നെ നെത്തോലി മീനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നെത്തോലിയിൽ നിന്ന് തന്നെ വെള്ളം ഇങ്ങനെ ഒഴുകി അങ്ങ് ഇറങ്ങിക്കോളും. പിന്നെ തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണമെന്നേ ഉള്ളേ. ഞാനിപ്പോൾ എന്തായാലും തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുത്ത് ആദ്യം ഒന്ന് അടി പിടിക്കാനുള്ള ടെൻഡൻസി അത് കാണിച്ചപ്പോഴേക്ക് കണ്ടതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ട്. അങ്ങനെ നെത്തോലി പീര എന്നോ അങ്ങനെ എന്തൊക്കെയാണെങ്കിൽ പറയാം. അങ്ങനെ അതിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ നെത്തോലി പീര വയ്ക്കുമ്പോൾ കൂടുതലായിട്ട് അതെന്ന് പറയുമ്പോൾ നമ്മൾ പച്ചമുളകാണ് അരയ്ക്കണത്. ഇതിട്ട് കൊടുക്കില്ല, മുളക് പൊടി ഇട്ട് കൊടുക്കില്ല. അപ്പോൾ ഇതിൽ നെത്തോലി വറ്റിച്ചതെന്ന് മാത്രം പറഞ്ഞാൽ മതി, വെറുതെ പേര് പറഞ്ഞ് മാറ്റി അതിൻ്റെ ഒരു സീനാക്കണ്ടല്ലോ. അങ്ങനെ അത് എല്ലാം അങ്ങ് അടുപ്പത്തോട്ടാക്കിയിട്ട് അതങ്ങ് അടച്ച് വെച്ചതിന് ശേഷം ഇനി നെത്തോലി കുഴമ്പെന്ന് വെച്ചാൽ നെത്തോലി കറി വയ്ക്കുന്നതിനാണ് പറഞ്ഞത്. നെത്തോലി കറിക്കുള്ള അരച്ചെടുക്കാം. ഈ സെയിം അരപ്പ് തന്നെയാണ്. അതിൽ കുറച്ച് നല്ല ഫൈനായിട്ട് വെണ്ണ പോലെ അരച്ചെടുത്തിട്ട് അതിൽ വെള്ളം കൂടിയൊക്കെ ചേർത്ത് കറിയാക്കി ഉപ്പൊക്കെ ചേർത്ത് എടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ രണ്ടിൻ്റെയും അരപ്പും കാര്യങ്ങളും എല്ലാം സെയിമാണ്. അരയ്ക്കേണ്ട രീതിയിൽ വ്യത്യാസമുണ്ട്, വയ്ക്കേണ്ട രീതിയിൽ വ്യത്യാസമുള്ളൂ, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിനത് കറിയാക്കി വെള്ളമാക്കി വെച്ചിട്ട് ഇനി അതും കൂടെ അങ്ങ് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ നെത്തോലി വറ്റിച്ചതും ചേട്ടന് ഇഷ്ടം തന്നെയാണ്. എന്നാലും പറയും, ചിലപ്പോൾ ചോദിക്കും കറിയായിട്ട് ഒഴിച്ചു കറി ഒന്നും ഇല്ലെങ്കിൽ ആൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇനിയിപ്പോൾ ഒഴിച്ചു കറി വയ്ക്കാനൊന്നുള്ള സമയമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഇങ്ങനെ ആക്കി വെച്ചതേ ഉള്ളൂ. അതുപോലെ തന്നെ 100 രൂപയ്ക്ക് തോനെ ഉണ്ടായിരുന്നു നെത്തോലി.
ഇനി അമ്മ അവിടെ ഇരുന്ന് അവിയലിന് അരിഞ്ഞെടുക്കുകയായിരുന്നു. അവിയലും വെക്കണം. പിന്നെ ഇതെന്താണെന്നറിയാമോ, നമ്മൾ ഈ മത്തങ്ങ കൊണ്ടൊരു കറി ഉണ്ടാക്കും. മത്തങ്ങ ബിയണിക്ക് എന്തൊരു കുന്തം ആയാലും അതുകൊണ്ടൊരു കറി ഉണ്ടാക്കും. ഭയങ്കര ടേസ്റ്റാണ്. ഭയങ്കര ടേസ്റ്റ് എന്ന് വെച്ചാൽ എനിക്കെൻ്റെ ഇപ്പോൾ ഫേവറേറ്റാണ്. നല്ലൊരു ഒന്നാമത് എനിക്കിങ്ങനെ കൂട്ടുകറികൾ അങ്ങനത്തെയുള്ള സംഭവങ്ങൾ എനിക്ക് ഒത്തിരി ഇഷ്ടം കൂടുതലാണ്. അപ്പോൾ നാരങ്ങയെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നല്ലേ. അപ്പോൾ നാരങ്ങയിൽ ഉണക്കാനായിട്ട് വെച്ചിരുന്ന വാഴയില അത് തന്നെ നല്ല മണമാണ്. ആ നാരങ്ങയുടെയും കായത്തിൻ്റെയും എണ്ണയുടെ ഒക്കെ മണമുണ്ട് കേട്ടോ ഈ വാഴയിലയിൽ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇന്നിനും നെത്തോലി ഇതുവരെ വന്നില്ല. ഇന്നിനും നാരങ്ങ ഉണക്കണില്ല. ഒരു ദിവസം ഉണക്കിയാൽ മതിയായിരുന്നു. ഞാൻ 2 ദിവസം ഉണക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടിയിൽ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ട് ആ വാഴയില തന്നെ വെച്ചിട്ട് ആ നാരങ്ങ ഇനി ഇതിലേട്ടങ്ങ് ഇട്ട് ഒന്ന് അടച്ച് വെച്ചിരിക്കണം. ഇപ്പോൾ നാരങ്ങ അച്ചാറിടാനായിട്ട് സമയമില്ല. വൈകുന്നേരം വന്നിട്ടേ ഞാൻ അച്ചാറിടണുള്ളൂ. അപ്പോൾ അതിനെതാ വേറൊരു വാഴയിലേക്ക് കൊണ്ട് ഒന്ന് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ ഇങ്ങനെയൊക്കെ വെച്ചിരിക്കും തോറും ഇതിൻ്റെ ടേസ്റ്റൊക്കെ കൊണ്ട് കൂടിക്കട്ടെ, ഒരു രക്ഷയില്ലാത്ത രുചിയാണ്, പ്രത്യേകിച്ച് നാരങ്ങ. അപ്പോൾ ഇനി നെല്ലിക്ക അച്ചാറിടണം. നെല്ലിക്ക ഞാൻ ഉപ്പിലിട്ട് വെച്ചിരിക്കുകയായിരുന്നു അച്ചാറിടാനായിട്ട്. അപ്പോൾ ഈ കലത്തിലിട്ട് അങ്ങ് മൂടി കെട്ടി വെച്ചിരിക്കുകയെന്ന് വിചാരിച്ച് അങ്ങനെ ഈ കലം ഉണ്ടല്ലോ നല്ല മോഡലാണ്, നല്ല രസമാണ് കാണാനായിട്ട്. മണികെട്ടമ്പലത്തിൽ പോണ സമയത്ത് ഇങ്ങനത്തെ കലങ്ങൾ, ഒരു നല്ല വെറൈറ്റി കലങ്ങൾ മണികെട്ടമ്പലത്തിൽ നിന്ന് കിട്ടുമായിരുന്നു. ഞാൻ എല്ലാ പ്രാവശ്യം പോകുമ്പോഴും ഇതുപോലത്തെ ഓരോ കലങ്ങൾ വാങ്ങും. അപ്പോൾ പൊങ്കാലയ്ക്കൊക്കെ ഇങ്ങനെ കൊണ്ടുപോകാനായിട്ട് നല്ല രസമല്ലായിരുന്നു. അങ്ങനെ ആ കലം ഒന്ന് തേച്ച് മിനുക്കിയൊക്കെ എടുത്തിട്ട് അതിന് വെള്ളം നല്ല വറ്റി വരണ്ട് കിട്ടാനായിട്ട് എന്തെന്ന് വെച്ചാൽ അടുപ്പത്ത് വെച്ച് കൊടുത്ത്, അടുപ്പത്ത് വെച്ചിട്ട് ആ വെള്ളം അടിയിൽ നിന്നൊക്കെ ഒന്ന് വരണ്ട് മാറി വന്നപ്പോഴേക്ക് ഈ ഉപ്പിലിട്ട് വെച്ചിട്ട് നെല്ലിക്ക ഉണ്ടല്ലോ അതിലേക്കും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ആവി കയറ്റി എടുക്കും പോലെ കയറ്റി എടുക്കുകയാണ്, അല്ലാണ്ട് വേവിച്ചെടുക്കണതല്ല. ഇനി ഈ ആവി കയറ്റി എടുത്ത ഇതിലോട്ട് തന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കും. മുളക് പൊടി കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം. ഇതിൽ ഓൾറെഡി ആ നെല്ലിക്കയിൽ ഉപ്പും കായവും മഞ്ഞപ്പൊടിയൊക്കെ പിടിച്ചിരിപ്പുണ്ട്. എന്നാലും നമ്മളിതെല്ലാം വീണ്ടും ചേർത്ത് കൊടുക്കണം. ഇതാണ് അച്ചാറിൻ്റെ ആ ഒരു രീതി. പിന്നെ കുറച്ചധികം ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പൊടി ഐറ്റംസൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അല്ലാണ്ട് ഞാനിപ്പോൾ ഈ പറയും പോലെ ഇത് പൊടികളൊന്നും ഒന്ന് വേവിക്കണില്ല, ഈ രീതിയിലാക്കി എടുത്ത് കൊടുക്കുകയാണേ. പിന്നെ ഈ പറഞ്ഞതുപോലെ നല്ല ഉപ്പുണ്ട്, എന്നാലും നമുക്ക് അരപ്പിലൊക്കെ ഉപ്പ് നിൽക്കണം. പിന്നെ ഉപ്പ് ഒരു പ്രിസർവേറ്റീവ്സും കൂടെയാണ്, അതുകൊണ്ട് ഉപ്പ് കുറച്ച് അധികം ഇട്ട് കൊടുത്താലും സാരമില്ല. ചില അച്ചാർ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോഴേക്കും എൻ്റെ പൊന്നോ ഉപ്പ് കാരണം നിവൃത്തിയില്ലായിരിക്കും. അപ്പോൾ ഉപ്പും കായവും വീണ്ടും ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കുടഞ്ഞെടുക്കുമ്പോഴേക്ക് അതിൽ ആ ഉപ്പും പുളിയും മുളകും എല്ലാത്തിലോട്ടും, ഞാൻ പുളിയെന്ന് പറഞ്ഞ് വെറുതെയാണേ, പുളിയൊന്നും ചേർക്കില്ല, എല്ലാത്തിലോട്ടും അങ്ങിട്ട് കൊടുക്കുക. പിന്നെ പുളി ചേർക്കില്ല എന്നിങ്ങനെ പറയേണ്ട കാര്യവുമില്ല. നെല്ലിക്ക അച്ചാറിൽ കുറച്ച് പുളി ചേർത്താൽ നല്ലതാണെന്ന് ഞാൻ ഒരു വീഡിയോ കണ്ട്, പക്ഷെ ഞാൻ ഇപ്പോൾ ചേർക്കണില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മുടെ നെത്തോലിക്കുഴമ്പ് നല്ല തിളച്ച് സൂപ്പറാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് അതെടുത്ത് ചെറിയ അടുപ്പിലോട്ടൊക്കെ ആക്കി വെച്ചിട്ട് അവിയൽ വെച്ച് കൊടുക്കുകയാണെ. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അവിയൽ അങ്ങ് അടച്ചു വെച്ചിരുന്നാൽ അവിയൽ അവിടെ ഇരുന്ന് വെന്തോളും. മത്തങ്ങയിട്ട അവിയലാണ്, വെളുത്തുള്ളിയിട്ട അവിയലാണ്. നമ്മൾ അവിയൽ വയ്ക്കേണ്ട രീതി ഇങ്ങനെയുമാണ്, ഒരു കുഴപ്പവും ഇല്ല കേട്ടോ, ഓരോരുത്തർക്കും ഓരോ രീതി. അപ്പോൾ അരി തിളച്ച് വന്ന് അരിയും അങ്ങ് വാർത്തിട്ട് ഓരോ ജോലിയായിട്ട് നമുക്ക് ഒന്നിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിന്ന് ചെയ്ത് തീർക്കാനുള്ള സമയമില്ല. പിന്നെ ഈ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 1 മിനിറ്റിൽ 1000 ജോലി ഒരുമിച്ച് ചെയ്യും. ആണുങ്ങളെ കൊണ്ട് പറ്റാത്തൊരു കാര്യമാണ്, അതിലൊക്കെ നമുക്ക് അഭിമാനിക്കാം. അങ്ങനെ അത് വെച്ച് കൊടുത്തിട്ട് ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ അവിയലിനും കൂടെ അരച്ചെടുക്കണമല്ലോ. അപ്പം ഞാൻ അതിൽ ഉപ്പും മുളകും സംഭവങ്ങളൊക്കെ ഇട്ട് നെല്ലിക്ക അവിടെ സെറ്റാക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് വേണം, നെല്ലിക്കയിലൊരു പരിപാടികളൊന്നും തീർന്നില്ല, കുറച്ചും കൂടെ ഉണ്ട്. അവിയൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ തേങ്ങ അങ്ങോട്ട് അരച്ചിട്ട് കൊടുത്താൽ മതി. അതിൽ തേങ്ങയിൽ ജീരകവും വെളുത്തുള്ളി മാത്രമേ ഇട്ടിട്ടുള്ളൂ. നമ്മൾ മഞ്ഞൾപ്പൊടി ഓൾറെഡി അവിയലിൽ ഇട്ടിട്ടുണ്ടല്ലോ, അങ്ങനെ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് അരപ്പൊന്ന് ആവി കയറി വെന്ത് വരാനായിട്ട് ഫ്ലെയിം നല്ല കുറച്ച് വെച്ചിട്ട് ഒന്ന് പരത്തി അങ്ങ് വെച്ച് അടച്ച് വെച്ച് കൊടുക്കണമല്ലോ. കുറച്ച് കഴിയുമ്പോഴേക്കും അതിനെ ഇളക്കി കൂട്ടിയെടുക്കാം. ഇപ്പോൾ അതൊന്ന് ആവിയൊക്കെ കയറി സെറ്റായിട്ട് വരട്ടെ. ഇനി മത്തങ്ങ കറി വയ്ക്കണമല്ലോ. അങ്ങനെ എനിക്ക് ആ മത്തങ്ങ അരിഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ട് അത് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കണം, പെട്ടെന്ന് വെന്ത് കിട്ടും. ഈ സെയിം മെത്തേഡിൽ മത്തങ്ങ മാറ്റിയിട്ട് പപ്പയ്ക്ക് ഒഴിച്ചു കൊടുത്താലും ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോസൊക്കെ കുറേ പ്രാവശ്യം. ഇനി അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് അങ്ങ് കുക്കർ അടച്ച് വെച്ചൊരു 3-4 വിസിലാകുമ്പോൾ തന്നെ നല്ല വെണ്ണ പോലെ വെന്ത് കിട്ടിക്കോളും. അപ്പോൾ അതവിടെ അങ്ങനെ അങ്ങ് ആ ഒരു വെന്ത് പറഞ്ഞൊരു സമയമുണ്ടല്ലോ, ആ സമയം നമുക്ക് വേസ്റ്റ് ആക്കേണ്ട. അവിയലിൽ അരപ്പിട്ട് വെച്ചിരിക്കുകയല്ലായിരുന്നു. അപ്പോൾ അരപ്പൊക്കെ നന്നായിട്ട് ആവി കയറി വന്നിട്ടുണ്ട്. ഇനി അതിനൊന്ന് ഇളക്കി കൂട്ടി സെറ്റപ്പാക്കി എടുക്കണം. ആ ഒരു ജോലി മാത്രമേ ഉള്ളൂ. അതോടുകൂടി അവിയലിൻ്റെ കാര്യം കഴിഞ്ഞ്. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുത്താൽ അടിപൊളി അവിയല. ഇനി മല്ലിയില നമ്മൾ മാത്രമേ ഇടുകയുള്ളൂ, നിങ്ങളൊക്കെ ഇടുമെന്നൊന്നും അറിഞ്ഞൂടെ. എന്തായിരുന്നാലും
ഓരോരുത്തർക്ക് ഓരോ രീതി, അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കറികൾ വെക്കേണ്ട രീതി മാത്രം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടേതായ രീതിയിൽ നമ്മുടെ സിഗ്നേച്ചർ പതിപ്പിച്ചും കൊണ്ട് നമുക്ക് ഏത് കറിയും ഉണ്ടാക്കാം. ഞാൻ എപ്പോഴും പറയും പോലെ ഞാൻ എല്ലാ കറികളുടെ റെസിപ്പി മാത്രം കണ്ടു വയ്ക്കുകയുള്ളൂ. സെയിം എനിക്ക് അതുപോലെ ഉണ്ടാക്കാനായിട്ട് ഭയങ്കര മെനക്കേടുമാണ്. എനിക്ക് അതിഷ്ടമല്ല. ഞാൻ ഉണ്ടാക്കുമ്പോഴേക്കും അതെങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടല്ലോ. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നമ്മുടേതായ ഒരു സിഗ്നേച്ചർ അതിൽ പതിപ്പിച്ചിട്ട് വേണം കറി ഉണ്ടാക്കാനായിട്ട്. എന്നാലല്ലേ നമ്മൾ വെച്ച കറിയാവുള്ളൂ, അല്ലെങ്കിൽ ബാക്കി ആരോ വെച്ച് എൻ്റെ ഡെമ്മിയായി പോകുമല്ലോ. അങ്ങനെ അവിയൽ, എനിക്കാണെങ്കിൽ അവിയൽ ഇങ്ങനെ വെള്ളമായിട്ടിരിക്കുന്നത് ഇഷ്ടമല്ല. ഇവിടെ അമ്മയ്ക്കും മോനും അതാണ് ഇഷ്ടം. അമ്മയ്ക്കും ചേട്ടനും അവിയൽ കുറച്ച് കുഴഞ്ഞിരിക്കണം. അപ്പോൾ പിന്നെ വേറൊരു കാര്യം, അവിയൽ പരുവെന്ന് പറയുന്നത് അതായിരിക്കാം. അങ്ങനെ അവരുടെ ഇഷ്ടത്തിനാണ് ഞാൻ ഇന്ന് വെച്ചത്. എനിക്കാണെങ്കിൽ അവിയൽ നമ്മൾ കല്യാണത്തിൻ്റെയൊക്കെ പോകുമ്പോഴേക്കും നല്ല ഡ്രൈ ആയിട്ടിരിക്കുമല്ലോ, അതുപോലെ ഇരിക്കുന്നതാണ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം. ഇനി അവിയലും അങ്ങനെ അവിടെ നല്ല റെഡിയായി. കൂടുതൽ അമ്മ വഴുതനങ്ങയൊക്കെയാണ് ഇതിലിട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ലാസ്റ്റ് ഇതായി മല്ലിയിലയും കൂടെ കട്ട് ചെയ്ത് അങ്ങ് ഇട്ട് കൊടുത്താൽ നല്ല മണമാണ്, ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. ഇപ്പോൾ എന്തിലും മല്ലിയില ചേർക്കുന്നത് ഒരു ഫാഷനും കൂടെ ആയിട്ടുണ്ടല്ലോ. അങ്ങനെ അത് മാറ്റി വെച്ച് ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മളവിടെ നെല്ലിക്ക നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണല്ലോ, അതിനവിടെ ഒതുക്കത്തിൽ അവിടെ പറഞ്ഞ് മനസ്സിലാക്കി അവിടെ ഇരുത്തിയിട്ടാണ് ബാക്കി എല്ലാവരെയും ബാക്കിൽ നിന്ന് പോയത്. അപ്പോൾ ഇനി അതിനായിട്ട് കടുക്, നല്ലെണ്ണയാണ് ഒഴിച്ച്, നല്ലെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്ത് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, വറ്റൽമുളകില്ലേ അതിനെ ഒന്ന് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് വറ്റൽമുളകും കൂടെയൊക്കെ ഇട്ട് കൊടുത്ത് ഇതിനെ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ച് ഒന്ന് വേവിച്ചെടുക്കണം, ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ ഈ അച്ചാറിൻ്റെ കാര്യമൊക്കെ ഓരോരുത്തരുടെ കൈ മാറണതിനനുസരിച്ച് ഭയങ്കര വ്യത്യാസമായിരിക്കും. ചിലവർ അച്ചാറിടാമ്പോൾ ഉണ്ടല്ലോ ഒടുക്കത്തെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര രുചിയാണ്. അതിൻ്റെ തന്നെ പറഞ്ഞറിയിക്കാനായിട്ട് പറ്റില്ല. നമ്മളെ അയലത്ത് നമ്മളെ വീടിൻ്റെ അടുത്ത് ഒരു ചേച്ചി ഉണ്ടായിരുന്നു, അവർ ആ ചേച്ചി മരിച്ചുപോയി. അവർ അച്ചാറിടും. എൻ്റെ പൊന്നോ വാവച്ചി എപ്പോഴും പറയും, എൻ്റെ പൊന്നു ചേച്ചി അവരുടെ അച്ചാർ കഴിക്കണം, ഭയങ്കര ടേസ്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. എന്താണെന്ന് പറഞ്ഞിട്ട് ചിലവരുടെ എന്തെങ്കിലും ട്രേഡ് സീക്രട്ട് കാണും. അപ്പോൾ എന്തായാലും നീ അതൊക്കെ കടുകൊക്കെ താളിച്ച് വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുന്നറിയാമോ, അരപ്പൊക്കെ ഇട്ട് വെച്ചിരിക്കുകയല്ലേ, അത് നല്ല തിളച്ചിരിക്കുന്ന എണ്ണയാണ്. അതൊന്ന് ചൂടാറും മുമ്പ് തന്നെ ആ തിളയലോടുകൂടെ ഇതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതിൻ്റെ ആ എണ്ണയുടെ ഒരു ചൂടിലൊക്കെ കൊണ്ട് ആ മസാലകളൊക്കെ ഒന്ന് പിടിച്ചു വന്നോളൂ. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൂട്ടിയെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നെല്ലിക്ക അച്ചാർ വെക്കാനുള്ള റെസിപ്പി. ഇനി അതവിടെ വെച്ചിട്ട് ഈ ചാടിത്തുള്ളി പോണതേ ഒരു വാഴയില എടുക്കാനാണ്. ഈ പറയും പോലെ വാഴയില വിട്ടുള്ള ഒരു കളിയും ഇല്ല. അങ്ങനെ ഒരു കുഞ്ഞ വാഴയില മതി. അതെന്തിനാണെന്ന് ഇനി പറഞ്ഞു തരാം. അപ്പോൾ അവിടെ ഞാൻ എടുത്തെടുത്ത് വാഴയിലേക്ക് തീർന്നിട്ടുണ്ട് കേട്ടോ, ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. പിന്നെ വാഴകളൊക്കെ കുറച്ചതൊക്കെ കൊലയൊക്കെ ഒടിഞ്ഞു പോയി. അവരിപ്പോൾ അധികം ശ്രദ്ധിക്കണില്ല. അതുകൊണ്ട് നമ്മൾ ആരെയായാലും അങ്ങനെയാണല്ലോ, നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മളെ വഴിക്ക് വരുള്ളൂ, ഇല്ലെങ്കിൽ അവരെ വഴിക്ക് തലതിരിഞ്ഞു പോവും. അങ്ങനെ വാഴയില കൊണ്ടുവന്നിട്ട് ഒന്ന് വാട്ടിയെടുക്കുകയാണ്. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, അമ്മയൊക്കെ വാഴയില വാട്ടിനെ എങ്ങനെയാണെന്ന് അറിയാമോ, അടുപ്പത്തിട്ടാണ്. അടുപ്പ് കത്തിച്ച് കഴിഞ്ഞിട്ട് നല്ല കണൽ കാണുമല്ലോ, അപ്പോൾ അടുപ്പിൻ്റെ മേൽ വെച്ച് കൊടുക്കുമ്പോഴേക്ക് പെട്ടെന്ന് വാഴയില വാടിക്കിട്ടും. ഇപ്പോൾ എവിടെയെല്ലാം ഇപ്പോൾ അതൊന്നും പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് ചെയ്ത് നന്നായിട്ട് ഇല വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാലേ, ഈ വാട്ടിയെടുത്ത ഇലയിൽ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കും. നല്ലെണ്ണ ഒഴിച്ച് ഒന്ന് തടവി എടുത്താൽ മതി. അപ്പോൾ കുറച്ചൊന്ന് ആ ഒരു ഇത് വരാൻ വേണ്ടി മാത്രം അത് തന്നെ, അതിനു വേണ്ടി നല്ലെണ്ണ ഫുള്ള് തേച്ച് നല്ല വാഴയില നല്ല പരുവം വരുത്തി എടുത്തിട്ടുണ്ട്. ഇനിയാണ് ബാക്കി പരിപാടികൾ ചെയ്യാൻ പോണത്. ഇനി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, നമ്മൾ അച്ചാറിട്ട് വെച്ചിരിക്കുന്ന കലത്തിൽ ഇതിനെ വെച്ചൊന്ന് കെട്ടി അടിപൊളിയായിട്ട് കെട്ടി അങ്ങ് വെക്കണം. എനിക്കിത് കെട്ടാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ അമ്മയെ വിളിച്ചിട്ടുണ്ട് ഒന്ന് കെട്ടിത്തരാൻ വേണ്ടി. ഇതൊക്കെ ചെയ്ത് വയ്ക്കാനൊക്കെ എനിക്കറിയാം. അതുപോലെ തന്നെ പൊതിച്ചോറിൽ പൊതി കെട്ടണം, അത് ഭയങ്കര പാടാണ്, ഭയങ്കര മടിയുമാണ്. ഞാൻ എങ്ങനെയൊക്കെ പൊതി കെട്ടിയാലും ആ പൊതിച്ചോറിലുള്ള പൊതി ശരിയാവില്ല. ഇതിപ്പോൾ എന്തായാലും ഞാൻ എന്നിട്ട് ആ വാഴയിലയുടെ നടുക്കുള്ള ആ ഭാഗം ഉണ്ടല്ലോ, അതിനെ ഒന്ന് കീറി എടുത്തിട്ട് അതുകൊണ്ട് തന്നെ കെട്ടാമെന്ന് വിചാരിച്ച്. അപ്പോൾ അമ്മ വന്ന് അത് കെട്ടി വയ്ക്കാനായിട്ട്, അപ്പോൾ അമ്മയെ കൊണ്ട് കെട്ടിക്കുകയാണേ അത്.
ഇനി നമ്മുടെ മത്തങ്ങ കറിക്കും കൂടെ ഉള്ള അരപ്പ് തയ്യാറാക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ തേങ്ങ തിരുവിയതും. അപ്പം നമുക്ക് അരപ്പിൻ്റെ കൂട്ടൊക്കെ ഏകദേശമൊക്കെ സെയിം തന്നെയാണ്. മുളക് പൊടിയും വറുത്ത മുളക് പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി, ജീരകം. ഇതിന് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. നല്ല വെണ്ണ പോലെ അരയണം എന്നൊന്നും പറയണില്ല, എന്നാലും ഈ കറിക്ക് കറിയും പോലെയൊക്കെ ഒന്ന് അരയണം. ഇനിതാ ഒരു 3-4 വിസിലുകൊണ്ട് തന്നെ പാവയ്ക്കെന്നൊക്കെ വരുള്ളൂ. എനിക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിനെ ഇനി തവി കൊണ്ട് നല്ലതുപോലെ ഉടച്ചെടുത്തിട്ട് ഈ അരപ്പും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ അരപ്പിനെ കൂടെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. പിന്നെ കടുക് താളിച്ചൊഴിക്കുമ്പോഴേക്ക് ആഹാ എന്താ അടിപൊളി പീയണിക്ക എന്ത് പറയാണ്ട് പീയണിക്ക ഒഴിച്ചെറിയുന്ന പീയണിക്ക കൂട്ടുകറിയെന്നോ എന്ത് കുന്തം വേണമെങ്കിലും പറയാം. അതങ്ങ് റെഡിയായി. ഈ പറഞ്ഞത് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ഇതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ പപ്പയ്ക്ക വെച്ചിട്ടും ഉണ്ടാക്കാം. പീയണിക്കയുടെ സ്ഥാനത്ത് പപ്പയ്ക്ക മാത്രം ഒന്ന് മാറ്റി പിടിച്ചാൽ മതി. ഇപ്പം തന്നെ ഒന്ന് കട്ടിയായിട്ടുണ്ട്. ഇനി ഒരു ശക്കലം വെള്ളം കൂടെ വെച്ച് അത് കഴുകി കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്, കുറച്ചുകൂടെ ലൂസാവാൻ വേണ്ടി. അങ്ങനെ ഇനി അതും ഇവിടെ റെഡി. ഇനി അരപ്പൊക്കെ ഒന്ന് വേവിച്ചെടുത്ത് ഇനി അതൊരു കാസറോളിലോട്ട് ഒഴിച്ച് വെച്ച് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് കടുകും കൂടെ താളിച്ചൊഴിച്ചാൽ നല്ല കിടിലോസ്കി ഒന്നാം തരം എന്താ പറയുക എനിക്ക് പാവയ്ക്കെന്നേ വായിൽ വരണുള്ളൂ. പീയണിക്ക ഒഴിച്ച് കറിയെന്നോ കൂട്ടുകറിയെന്നോ എന്തോ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് പറയാം. അതവിടെ റെഡിയായി. അതിനെ അങ്ങ് മാറ്റി വെച്ച് മീൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിരിക്കുകയല്ലേ. അപ്പോൾ മീനിൽ കടുക് താളിച്ചൊഴിച്ച് ഇനി എല്ലാത്തിലും കടുക് താളിച്ചൊഴിക്കണമല്ലോ. അപ്പോൾ ഇതാണ് മീൻ കുഴമ്പ്. അമ്മ പറയണതാണ് മീൻ കുഴമ്പ് വയ്ക്കാമെന്ന്. അതുകൊണ്ടാണ് ഞാനും അങ്ങനെ പറഞ്ഞത്. മീൻ കറിയെന്ന് പറയും. ഈ നെത്തോലി ഇങ്ങനെ വെക്കണേന് അമ്മ പറയും നെത്തോലി കുഴമ്പെന്ന്. അങ്ങനെ നെത്തോലി വറ്റിച്ച് അവിടെ റെഡിയായിരിക്കുകയാണ്. ഇനി അതിൽ കുറച്ച് പച്ചയെണ്ണ മാത്രം ഒഴിച്ചെടുത്താൽ മതി. അത് പച്ചയെണ്ണ ഒഴിച്ചെടുത്ത് പിന്നെ ഇനി നമ്മുടെ അവിയൽ അവിടെ റെഡിയായിരിക്കുകയാണ്. ഇതാ കണ്ടില്ലേ, അവിയലും സെറ്റപ്പായി. അങ്ങനെ അവിയലുമായി. പിന്നെ ഇനി എന്ത് പറയാനായിട്ട് എല്ലാം ഒരുവിധം റെഡിയായി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ വിഭവങ്ങൾ. അപ്പോൾ ഇനി അങ്ങോട്ട് ചോറ് കഴിച്ചാൽ മാത്രം മതി. അങ്ങനെ ഈ പറഞ്ഞതുപോലെ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഞാനിനി കടയിൽ പോകാനായിട്ട് ഇറങ്ങിയാണ്. അപ്പോഴേക്ക് ചേട്ടൻ വിളിക്കാനായിട്ട് വരണുണ്ടെന്ന് പറഞ്ഞ് ഇനി ഡ്രസ്സൊക്കെ മാറിയിട്ട് ഒന്ന് കടയിൽ പോകണം. കടയിൽ പോയിട്ട് വന്നിട്ട് ഇനി ആഹാരം കഴിക്കാം. അങ്ങനെ കടയിൽ പോയതിന് ശേഷമാണ്, അപ്പോൾ നമ്മൾ അവളുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് അങ്ങ് കടയിലോട്ട് പോയത്. പെട്ടെന്നൊരു കസ്റ്റമർ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ സ്പീഡിന് അങ്ങ് പോയി. തിരിച്ചതാ വന്നിട്ട് അവളുടെ വീട് ആ ബാക്കിലതാണ്. അവളുടെ കടയാണ് മിഴി ബോട്ടിക്സ് എന്നാണ് കടയുടെ പേര്. അപ്പോൾ അവളവിടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരെയാണേന്ന്. അങ്ങനെ അവൾക്കുള്ള കാരയ്ക്ക അച്ചാറുമായിട്ടൊന്നൊരു കുഞ്ഞൻ കുപ്പിയിലാണ് കൊടുത്തത്. പാവ അവൾക്ക് ചോദിച്ചിട്ട് എനിക്ക് ഇത്രേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവളുടെ ചേട്ടൻ വീഡിയോ കോൾ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അവൾ വെളിയിറങ്ങി പറയുന്നുണ്ട്, എൻ്റെ പൊന്നു ചേട്ടനോട് പറഞ്ഞാണ് ഞാൻ അവളോട് കുറച്ച് കാരയ്ക്ക മാത്രമേ ചോദിച്ചുള്ളൂ. അവളത് വീഡിയോ എടുത്ത് ലോകം മൊത്തം ആക്കി. അപ്പോൾ ചേട്ടൻ ചോദിക്കുന്നുണ്ട് നിനക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു, അവളോട് ചോദിച്ചാൽ അവളെ ലോകം മൊത്തം അറിയിച്ചോളൂ എന്ന്. അങ്ങനെ അവൾ പറയണത് നീ എന്തായാലും വീഡിയോ എടുക്കുകയില്ല, എൻ്റെ ഷോപ്പിൻ്റെ വീഡിയോയും കൂടി എടുക്കാനായിട്ട്. അപ്പോൾ ഞാനതിന് നമ്മൾ പിന്നെ പറഞ്ഞുകൊണ്ട് നീ പൈസ ഞാൻ വീഡിയോ എടുക്കാം ചുമ്മാ ഏട്ടാ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഭയങ്കര കൂട്ടായിരുന്നു കേട്ടോ. നമ്മൾ 10ലൊക്കെ പഠിക്കുമ്പോൾ നമ്മളൊരു 5 പേരടങ്ങണ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു. എല്ലാവരുമായിട്ട് ഇപ്പോഴും അതേ കൂട്ടും കാര്യമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ നല്ല ചെവിക്ക് പണി കിട്ടിയിരിക്കുകയായിരുന്നു, നല്ല വേദനയുണ്ട്. അങ്ങനെ ജിജിയിൽ കാണിക്കാനായിട്ട് നേരെ ജിജിയിലാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വിശേഷങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളിത് കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജിൽ നിന്ന് ഫോളോ ചെയ്യണം, അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോയും പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം.